അഹം ഭക്തപരാധീനോ ഹ്യാസ്വതന്ത്ര ഇവ ദ്വിജ സാധുഭിർഗ്രസ്തഹൃദയോ ഭക്തൈർഭക്തജനപ്രിയ. നമസ്കാരം. ഭഗവാൻ പറയുന്നത് ഭഗവാൻ ഭക്തർക്ക് അധീനനാണ് എന്നാണ്. അതായത് ശ്രീമദ് ഭാഗവതത്തിലെ ഈ ഒരു വരികൾ നമ്മളെ ഒന്നുകൂടി ഭക്തരാകാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ശ്ലോകം തന്നെയാണിത്. ഭഗവാന് ആരുടെ മുന്നിലും കുനിയേണ്ടുന്ന ഒരാവശ്യമില്ല. പക്ഷേ ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ അങ്ങനെ കുനിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാറ്. ഭക്തൻ്റെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. അതായത് പരമമായിട്ടുള്ള ഭക്തിയുള്ള ഭക്തജനങ്ങളെ ഭഗവാൻ എപ്പോഴും എന്താ പറയുക, മടിയിലിരുത്തി ആശ്വസിപ്പിക്കുന്നത് പോലെയാണ്. അതായത് എപ്പോഴും താങ്ങാൻ ആ കരങ്ങളുണ്ടാകും. അതായത് ഒരു ഭക്തൻ്റെ പതനം പോലും, ഒരു ഭക്തൻ്റെ വീഴ്ച പോലും ഭഗവാന്റെ മടിയിലേക്കായിരിക്കും. പലപ്പോഴും ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോൾ, വീഴ്ച പറ്റുമ്പോൾ, അവരുടെ പ്രാരാബ്ധങ്ങൾ അവർ അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു പരാജയമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകീർത്തിയോ എന്തെങ്കിലും ആയിരിക്കാം. ഒരു പൊസിഷൻ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ ഒരു പ്രശ്നം, ഒരു ഡിവോഴ്സ്. അതായത് ഭക്തനായിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം ജീവിതത്തിൽ വരുമ്പോൾ പൊതുവെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്: ഹരിയുടെ ഭക്തനായിരുന്നില്ലേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭക്തനായിരുന്നില്ലേ, അല്ലെങ്കിൽ ഭഗവതിയുടെ ഭക്തനായിരുന്നില്ലേ, മുരുകൻ്റെ ഭക്തനായിരുന്നില്ലേ, എന്നിട്ടിപ്പോൾ ഇതാ അവസ്ഥ നോക്കൂ, എന്താ നിങ്ങളുടെ ഭഗവാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നില്ലേ, എവിടെ പോയി നിങ്ങളുടെ ഭഗവാൻ, എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് വന്നത്, ഇത്രയും നാൾ നിങ്ങൾ ഭജനയും പ്രാർത്ഥനയും അതുപോലെ ഹരിനാമങ്ങളുമായിട്ട് കഴിഞ്ഞിട്ട് ഇതാണോ നിങ്ങൾ അനുഭവിക്കുന്നത്? പക്ഷേ അവർക്കറിയില്ല, ഭക്തൻ്റെ വീഴ്ച പോലും ആ ഒരു ഭഗവാന്റെ മടിത്തട്ടിലേക്കാണ്. വീണ് കിടക്കുന്നതും ആ ഭഗവാന്റെ കരങ്ങൾക്കുള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് ഭക്തൻ്റെ പതനമോ, ഭക്തൻ്റെ അസുഖങ്ങളോ, ഭക്തൻ്റെ സങ്കടങ്ങളോ, ജോലിയില്ലാത്ത പ്രശ്നമോ, വൈവാഹിക സന്താന സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. അത് ആ പ്രാരാബ്ധം ഭഗവാൻ അങ്ങനെ ഏറ്റെടുക്കുകയാണ്. പെട്ടെന്ന് പ്രാരാബ്ധങ്ങൾ കഴിഞ്ഞിട്ട് ഭഗവാനെ പ്രാപിക്കാനായിട്ട്, ഭഗവത് പ്രാപ്തിക്കായിട്ട് നമ്മളെ തയ്യാറെടുപ്പിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വിഷമങ്ങൾ വന്നു ചേരുന്നത്. അതായത് ഭഗവാന്റെ കരങ്ങളിൽ തന്നെയാണ് അപ്പോഴും. അപ്പോൾ ഈ ഒരു കാര്യം ഭക്തൻ അറിയുന്നതാണ്. പരമമായിട്ട് ഭക്തിയുള്ള ഒരാൾക്ക് ഇത് അറിയുന്നതാണ്, അവർ മനസ്സിലാക്കുന്നതാണ്. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അത് അവരുടെ കർമ്മമാണ്. അതായത് ഈ ഒരു ലോകത്തിൽ നമ്മൾ എന്ത് കർമ്മമാണോ പല ജന്മങ്ങളിലായി ചെയ്തു വന്നിരുന്നത്, ആ കർമ്മഫലങ്ങൾ അനുഭവിക്കാതെ രക്ഷയില്ല. ഈ ഒരു മൃത്യുലോകത്തിൽ അവശ്യമേവ ഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം. എന്തൊക്കെ കർമ്മങ്ങൾ ശുഭവും അശുഭവും, എന്തൊക്കെ കർമ്മങ്ങൾ നല്ലതും ചീത്തയുമായിട്ട്, അതായത് തെറ്റും ശരിയുമായിട്ട്, അല്ലെങ്കിൽ ധാർമ്മികവും അധാർമികവുമായിട്ട് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തുവോ അതിൻ്റെ എല്ലാം ഫലങ്ങൾ അനുഭവിക്കാനിരിക്കുന്നു. അപ്പോൾ ആ ജന്മങ്ങളിൽ അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് വരുന്ന ജന്മങ്ങളിൽ അനുഭവിക്കുന്നതായിരിക്കും. അതാണ് അവശ്യമേവ ഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം എന്നത്. ആ എന്താണോ ചെയ്തത് അത് അനുഭവിക്കേണ്ടി വരും. അത് ഭക്തനായാലും അല്ലാത്തവർക്കും. പക്ഷെ നമ്മുടെ പുണ്യങ്ങളുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ അത് സന്തോഷമുള്ളവരാകുന്നതും. ആ സമയത്ത് നമ്മൾ പലരും ഭഗവാനോട് നന്ദി പറയാറില്ല. ഈ ഒരു സുഖം ജീവിതത്തിൽ തന്നത്, അതായത് ഈ സന്താനങ്ങളെ തന്നതിന്, നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിച്ചതിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്, വാഹനം, പ്രോപ്പർട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മനുഷ്യരുടെ സപ്പോർട്ട് ലഭിക്കുന്നതിന്, സുഖം, സന്തോഷം ലഭിക്കുന്നതിന്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഇതും നിങ്ങളുടെ തന്നെ കർമ്മഫലം തന്നെയാണ്. നിങ്ങളുടെ പുണ്യം തന്നെയാണ് നിങ്ങൾ ഇന്ന് സന്തോഷമായിട്ട് അനുഭവിക്കുന്നതും. അതുപോലെ നമുക്ക് വരുന്ന ദുഃഖങ്ങൾ എന്നത് നമ്മുടെ കർമ്മഫലം തന്നെയാണ്. അപ്പോൾ ഇത് അനുഭവിക്കാതെ തരമില്ല. പ്രത്യേകത എന്നത് ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ താങ്ങി നിർത്തുന്നതായിരിക്കും. ഭഗവാന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. ഭഗവത് പ്രാപ്തിക്കായിട്ട് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ, അതായത് ഇനിയൊരു ജനന മരണ ചക്രത്തിലേക്ക് എനിക്ക് വരണ്ട, ഇതോടുകൂടി തീരണം, ഇനിയൊരു ആഗ്രഹമില്ല എനിക്ക്, ആ ഒരു രീതിയിലേക്ക് നിരന്തരം നാമജപങ്ങൾ ചെയ്തിട്ട് ഭഗവാനെ തന്നെ സ്മരണയിലും വാക്കിലും ചിന്തയിലും നമ്മൾ കാണുന്നത് പോലും, ഒരാളുടെ മുഖത്ത് നോക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് രാമനാമങ്ങൾ, കൃഷ്ണനാമങ്ങൾ, രാധാനാമങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ നാമങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാതയിൽ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും പ്രാരാബ്ധങ്ങൾ എന്നത് പെട്ടെന്ന് തീർക്കാനുള്ള ഒരു സഹായം ഭഗവാന്റെ അടുത്തുനിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രാരാബ്ധങ്ങൾ അത് നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ച് വേദന തരുന്നതാണ്.
അസുഖങ്ങളായിട്ട് അല്ലെങ്കിൽ വിപരീത സാഹചര്യങ്ങളായിട്ട് പല പ്രശ്നങ്ങളായിട്ട് ഇത് വരുന്നതാണ്. പക്ഷേ അപ്പോഴും ഭഗവാനെ മുറുകെ പിടിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭക്തന് നമുക്കൊരുപാട് പ്രശംസ കിട്ടുമ്പോൾ, നമുക്ക് അനുമോദനങ്ങൾ കിട്ടുമ്പോൾ, പണം വന്നു ചേരുമ്പോൾ, സമൃദ്ധി വന്നു ചേരുമ്പോൾ, നല്ല ഒരു ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ നല്ല സന്താനങ്ങൾ എന്ത് ലഭിക്കുമ്പോഴും നമ്മൾ ആ ഒരു ദൈവിക സാന്നിധ്യം നമ്മൾ തിരിച്ചറിയേണ്ടതും ഇതെല്ലാം ദൈവാനുഗ്രഹമാണ്, കാരുണ്യമാണ്, അദ്ദേഹത്തിൻ്റെ കാരുണ്യ കടാക്ഷങ്ങളാണ് ഈ ഒരു സന്തോഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ വരുന്നത്. അല്ലാതെ ഈ അനുമോദനങ്ങൾ എന്നത് എനിക്കല്ല, ഈ ഒരു ശരീരത്തിനെ അല്ല അവർ അനുമോദിക്കുന്നത്, ഈ ഒരു ശരീരത്തിനെ അല്ല അവർ പ്രശംസിക്കുന്നത്. അവർ പ്രശംസിക്കുന്നത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ഭഗവാനെയാണ്, ആ ഭഗവത് ചൈതന്യത്തെയാണ്. ഒരു തവണ ഈ തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മുന്നിൽ നിന്ന് വിമർശിക്കുന്നത് ഭഗവാന്റെ മറ്റൊരു സ്വരൂപമാണ്, അത് നമ്മുടെ പ്രാരാബ്ധം തീർക്കുകയാണ് ആ വിമർശനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അതുപോലെ നമുക്ക് ലഭിക്കുന്ന പ്രശംസകളും പോസ്റ്റും റെക്കഗ്നീഷനും കാര്യങ്ങളും ജോലിയിലെ ഉയർച്ചയായാലും പല കാര്യങ്ങളും നമ്മൾ ഈ ശരീരത്തിനല്ല, ഇതിൻ്റെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തിനാണ് ആ അംഗീകാരങ്ങൾ എന്നത്. അതായത് ഹരിയും ഞാനും രണ്ടല്ല, ഒന്നാണ് എന്നുള്ള ഒരു ബോധം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞത് നമ്മൾ പ്രാരാബ്ധങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ, പ്രാരാബ്ധങ്ങൾ എന്നത് ഒരുപാട് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഒരു ഭാരമാണ്. അത് പലപ്പോഴും ജന്മങ്ങളിൽ നമ്മളെ പിന്തുടരുന്നതാണ്. അപ്പോൾ ആ പ്രാരാബ്ധങ്ങൾ എന്നത് പലതരത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ആയുസ്സിൽ പല ദശകളായിട്ട് വന്നിട്ട് പല ദശകളിൽ പല അനുഭവങ്ങളാണ്. കാരണം ദശാനാഥന്മാർ, അതായത് ഏത് ദശയുടെ ഗ്രഹമാണോ ആ ഗ്രഹങ്ങളിരിക്കുന്ന പൊസിഷൻ, ആ ഗ്രഹങ്ങൾ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ഏത് നവാംശത്തിലേക്ക് പോയി, ആ ഗ്രഹങ്ങളുടെ കൂടെ ആരിയ്ക്കുന്നു, ദൃഷ്ടി ചെയ്യുന്നത് ആരാണ്, ഏത് രാശിയിലിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ഈ ദശാനാഥൻ പലപ്പോഴായി പല റിസൾട്ട് തരുന്നതാണ്. അതായത് ഒരു ദശയുടെ ഇടയിൽ വരുന്ന പല അന്തർദശകളിലും പ്രത്യന്തർദശകളിലുമൊക്കെ പ്രത്യേക ഫലങ്ങൾ, പലതരത്തിലുള്ള ഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പറഞ്ഞു വരുന്നത്, ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു രാശിയാണ് വൃശ്ചികം എന്നത്. വൃശ്ചികം എന്ന ആ ഒരു ഭാഗം, സോഡിയാക്കിലെ ആ ഒരു വൃശ്ചികം രാശി എന്നത് നിഗൂഢതയാണ്, ആഴമുള്ള ഒരു കിണറാണ്, അഗാധതയാണ്, ഡെപ്താണ്, ഇരുട്ട്. അതായത് ചന്ദ്രൻ നീചസ്ഥനാകുന്ന രാശിയാണ്. അവിടെ റൂളർഷിപ്പ് ഉള്ളത് ചൊവ്വയ്ക്കാണ്. മേടത്തിലെ ചൊവ്വയ്ക്കും വൃശ്ചികത്തിലെ ചൊവ്വയ്ക്കും വ്യത്യാസങ്ങളുണ്ട്. മേടത്തിലെ ചൊവ്വ ഒരു ആർമി കമാൻഡറിനെ പോലെ ലീഡർഷിപ്പ് റോളുകളിലേക്കും മറ്റും എടുത്തു ചാടുന്നൊരു പ്രകൃതം കൂടിയുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും എല്ലാം മുൻകൈയെടുത്ത് ചെയ്യുന്ന ഒരു രീതിയിലാണെങ്കിൽ, വൃശ്ചികത്തിലെ ചൊവ്വയ്ക്ക് തീർച്ചയായിട്ടും അഗാധതകളെ പറ്റി, ഡെപ്തിനെ പറ്റി, ഒരു സൈക്യാട്രിസ്റ്റ് എങ്ങനെ ഒരാളുടെ മനസ്സിൻ്റെ അഗാധതയിലേക്ക് കടന്നു ചെല്ലുന്നു, ഒരു സൈക്കോളജിസ്റ്റ് എങ്ങനെ നമ്മളൊന്നും കാണാത്ത പ്രശ്നങ്ങൾ, നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് എങ്ങനെ കൗൺസിൽ ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ, നമ്മുടെ തന്നെ കുടുംബാംഗത്തിൻ്റെ ആ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞു തരുന്ന, നിങ്ങളെപ്പറ്റി പറഞ്ഞു തരുന്ന നല്ലൊരു ജ്യോതിഷ പണ്ഡിതൻ, അതുപോലെ പലതരം താന്ത്രിക കാര്യങ്ങളും, അതുപോലെ നിഗൂഢത എന്ന് പറയുമ്പോൾ രഹസ്യങ്ങൾ ഒരുപാടുള്ളവർ, പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഡിറ്റക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നവർ, അതായത് എവിടെയൊക്കെ നിഗൂഢതയുണ്ടോ, അതുപോലെ തന്നെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഹാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ, ഇങ്ങനെയുള്ള, അതായത് അധികമാരും കടന്നു ചെല്ലാത്ത വഴികൾ, അങ്ങനെയുള്ളൊരു സ്വഭാവത്തെയാണ് ചൊവ്വ ഇവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ ചൊവ്വയ്ക്ക് ഈ വൃശ്ചികത്തിൻ്റെ കോ റൂളർ എന്ന് പറയുന്നത് കേതുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ വിധ്വംസകരമായിട്ടുള്ള ഗ്രഹങ്ങളാണെന്ന് പറയാം. ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ഒരു ആർമി കമാൻഡറിനെ പോലെ ലക്ഷ്യബോധമുള്ള ആളാണ്. ചൊവ്വ വളരെയധികം എനർജറ്റിക്കാണ്, പാഷനേറ്റാണ്, പലതരത്തിലും സെൽഫ് ഡ്രിവൺ ആണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ വൃശ്ചികം ലഗ്നക്കാർക്ക്, ഒരു പരിധിവരെ വൃശ്ചികം രാശിക്കാർക്കും അവർ വളരെയധികം സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, സെൽഫ് ഡ്രിവൺ ആണ്. അധികം അഡ്വൈസ് ഒന്നും അവർ എടുക്കില്ല. പ്രത്യേകിച്ച് വൃശ്ചികം ലഗ്നക്കാരാണ് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടാൻ അധികം പോകാറില്ല. വളരെ കുറച്ച് മാത്രമേ അവർ ജ്യോതിഷ പണ്ഡിതന്മാരെ പോലും സമീപിക്കാറുള്ളൂ. തീർച്ചയായിട്ടും അവരുടെ ചന്ദ്രൻ്റെയും ലഗ്നത്തിൻ്റെയും ബലം എങ്ങനെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. എന്നാലും ഒരു മെജോറിറ്റി പറയുകയാണെങ്കിൽ വൃശ്ചികം ലഗ്നക്കാർ എന്നത് വളരെയധികം സ്വന്തം കാര്യങ്ങൾ, സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. അത് ആ രാശിയുടെ പ്രത്യേകതയാണ്.
പക്ഷേ സോഡിയാക്കിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ അത് അഷ്ടമ ഭാവമാണ്. മനസ്സിൻ്റെ കാരകഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ നീചസ്ഥനാവുന്ന ഒരു രാശിയുമാണ്. വൃശ്ചികത്തിൻ്റെ 9ാം ഭാവം എന്നത് ചന്ദ്രൻ്റെ രാശിയായിട്ടുള്ള കർക്കിടകമാണ്. ജലതത്വ രാശിയാണ്. വൃശ്ചികവും ജലതത്വ രാശിയാണ്. എന്നിരുന്നാലും കർക്കിടകത്തിലെ ജലതത്വവും വൃശ്ചികത്തിലെ ജലതത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. പലപ്പോഴായിട്ട് ഞാൻ അഷ്ടമഭാവത്തെ പറ്റി വീഡിയോസ് ഉണ്ടാക്കിയപ്പോഴും വൃശ്ചികത്തെ പറ്റി പറയുമ്പോഴും ഞാൻ ഈ കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ 9ാം ഭാവം എന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ ചന്ദ്രനാവുമ്പോൾ ഓരോ 2.25 ദിവസവും മൂവ് ചെയ്യുന്ന ഗ്രഹമാണ്, സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യത്തിൻ്റെ ഫ്ലക്ച്വേഷൻ എന്നത് നിങ്ങൾക്കും അനുഭവപ്പെടാം. ചിലപ്പോൾ നല്ല കരിയർ ഗ്രോത്ത് ആയിരിക്കും. ആ കരിയർ ഗ്രോത്തിൻ്റെ സമയത്തായിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നത്, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്നത്. അതായത് ആ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ലൈഫ് ഇവർക്ക് പൊതുവെ കാണാറുണ്ട്. പറഞ്ഞു വരുന്നത് പ്രാരാബ്ധത്തെ പറ്റിയാണ്. ഇവരുടെ പ്രാരാബ്ധത്തിൻ്റെ ഭാവം എന്നത് ചൊവ്വയുടെ തന്നെ രാശിയായിട്ടുള്ള മേടം രാശിയാണ്. അതായത് വൃശ്ചികം ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കേതു കൂടി ഒരു റൂളർഷിപ്പുള്ള ഗ്രഹമായതുകൊണ്ട് കേതുവിന് വളരെയധികം പവർഫുള്ളും എനർജറ്റിക്കും വളരെയധികം ഈ പറയുന്നത് പോലെ ചൊവ്വയെ പോലെ തന്നെ ചൂടുള്ള ഒരു ഗ്രഹം തന്നെയാണ്. പക്ഷെ തലയില്ല എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ കേതുവിനെ പറ്റി സംസാരിക്കുമ്പോൾ വളരെയധികം ഇൻറ്റ്യൂഷൻ പവർ, അതായത് പൂർവാഭാസം എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്നവർ, അതായത് പെട്ടെന്ന് അതുകൊണ്ടാണ് ഈ ലഗ്നത്തിന് പ്രത്യേകിച്ചും പോലീസ്, ആർമി, ഡിറ്റക്റ്റീവ് അങ്ങനെയുള്ള വിഭാഗങ്ങളിലേക്ക് സാധാരണക്കാരാണെങ്കിലും പെട്ടെന്ന് മറ്റുള്ളവർ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് മറ്റുള്ളവരുടെ മനസ്സിൽ എന്നതിനെപ്പറ്റി പെട്ടെന്ന് ഇവർക്ക് ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ നീചസ്ഥനാവുന്നത് കൊണ്ട് മാത്രമല്ല, മനസ്സമാധാനം എന്നൊരു കാര്യം, അതായത് പലർക്കും, അതായത് നല്ലൊരു വ്യാഴം ഉള്ള ഒരാൾക്കറിയാം എന്താണ് ആ ഒരു കണ്ടെയ്ൻമെൻറ്റ് എന്നത്, പീസ് ഓഫ് മൈൻഡ് എന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ശരിക്കും 2ാം ഭാവാധിപനും 5ാം ഭാവാധിപനും വ്യാഴമായതുകൊണ്ട് ഈ വ്യാഴം നല്ല രീതിയിൽ പ്ലേസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടോ പാപഗ്രഹങ്ങളുടെ നക്ഷത്രത്തിൽ വരുമ്പോൾ, അതുപോലെ ഏത് രാശിയിലിരിക്കുന്നു അതിൻ്റെ രാശിയാധിപൻ നല്ല രീതിയിൽ ഇരിക്കുന്നില്ലെങ്കിൽ, അതായത് ആരുടെ വീട്ടിലാണോ പോയിരിക്കുന്നത് ആ വീടിൻ്റെ ഉടമ നല്ല രീതിയിലല്ലെങ്കിലും ഇവരുടെ ഈ വൃശ്ചികം ലഗ്നക്കാരുടെ വ്യാഴത്തിൻ്റെ ദശയിലും പ്രശ്നങ്ങൾ കാണാറുണ്ട്. പ്രാരാബ്ധത്തിൻ്റെ രാശി എന്നത് ചൊവ്വയുടെ തന്നെയാണ്, ലഗ്നാധിപനും ചൊവ്വയാണ്. പരിധിവരെ ഇത് വൃശ്ചികം രാശിക്കാർക്കും അപ്ലിക്കബിൾ തന്നെയാണ്. വൃശ്ചികം രാശി, വൃശ്ചികം ലഗ്നക്കാരെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. എന്നിരുന്നാലും വൃശ്ചികം രാശിക്കാരൊക്കെ കൂടുതലായിട്ടും ആസ്ട്രോളജേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നവർ തന്നെയാണ്. അവർക്ക് പലപ്പോഴും സന്താനങ്ങളെ ചൊല്ലി എന്തെങ്കിലും ഒരു ആകുലത നിലനിൽക്കാറുമുണ്ട്, വ്യാഴം ജാതകത്തിൽ നല്ലതല്ലെങ്കിൽ. അതേസമയം വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടും അവർ പോസിറ്റീവാണ് പല കാര്യങ്ങളോടും അവരുടെ കാഴ്ചപ്പാട്. ഇവിടെ ഈ ലഗ്നത്തിൽ രാഹു ഇരിക്കുമ്പോൾ അത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ തരാറുണ്ട്. അതായത് ഈ തോട്ട്സ് എന്നത് നെഗറ്റീവായിട്ട് പോയേക്കാം. അതായത് സെൽഫ് മോട്ടിവേറ്റഡ് ആകേണ്ട സമയത്ത് ഒബ്സഷൻ വന്നു ചേരുക, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറൊക്കെ വരിക, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് വലുത്, മറ്റുള്ളവരുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇതും കാണാറുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. പക്ഷേ പറഞ്ഞു വരുന്നത് വൃശ്ചികത്തിൽ ആത്മകാരക ഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും വൃശ്ചികം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, വൃശ്ചികത്തിൽ സൂര്യൻ, വൃശ്ചികത്തിൽ ചന്ദ്രൻ, വൃശ്ചികം ലഗ്നം, വൃശ്ചികത്തിൽ ആത്മകാരക ഗ്രഹം, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ പലപ്പോഴും ഈ ഒരു അഷ്ടമ ഭാവം എന്നുള്ള പ്രത്യേകതയുള്ളത് കൊണ്ട് അതിൻ്റെ രാശ്യാധിപന്മാരായിട്ടുള്ള ചൊവ്വയുടെയും കേതുവിൻ്റെയും ഒരു പ്ലേസ്മെൻറ്റിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്തില്ലെങ്കിൽ അടുത്ത ജന്മം എന്നതും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രാരാബ്ധത്തിൻ്റെ രാശ്യാധിപനും ലഗ്നാധിപനും ഒന്നായതുകൊണ്ട് ഇവിടെ ആ ചൊവ്വയെ സംബന്ധിച്ചിട്ടുള്ള കർമ്മങ്ങൾ, അതുപോലെ ഇവിടെ നിങ്ങളുടെ 4ാം ഭാവാധിപൻ ശനി കൂടിയാണ്. അപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങൾ. കാരണം സന്തോഷം തരുന്ന, വീട്, വാഹനം, പ്രോപ്പർട്ടി തരുന്ന, അമ്മയെ സംബന്ധിക്കുന്ന ആ ഒരു ഭാവം എന്നത് ശനിയുടെ ഭാവമാണ്. പക്ഷെ കുംഭം രാശി ആയതുകൊണ്ട് അപ്പോൾ ഇവർക്ക് ലാഭം കൊണ്ടു കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട്. ശനി നല്ല ഭാവങ്ങളിൽ നല്ല രാശികളുമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ആയിട്ടും പലതരത്തിലും കാണാറുണ്ട്. എന്നിരുന്നാലും ചൊവ്വ എന്നത് നമ്മുടെ നല്ല സുഹൃത്തുക്കളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. നമ്മുടെ നല്ല സുഹൃത്തുക്കളുടെ ആ ഒരു എണ്ണം അത് വളരെ കുറവായിരിക്കും. ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരാളാണെങ്കിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ടത് ശരിക്കും വിരലിൽ ഉണ്ടാവുന്ന സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ അത് കാണിക്കുന്നത് ചൊവ്വയാണ്. നമ്മുടെ ചൊവ്വയ്ക്ക് എത്രമാത്രം ബലമുണ്ടോ, എങ്ങനെ ഇരിക്കുന്നുവോ അതിനനുസരിച്ചിട്ടാണ് നമ്മളോടുള്ള ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളെ നമുക്ക് ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അതുപോലെ ചൊവ്വ
ഈ ഒരു സഹോദരങ്ങളെ കൂടി സൂചിപ്പിക്കുന്നു, ആങ്ങളമാരെ കൂടി സൂചിപ്പിക്കുന്നു എന്ന് പറയാം. അതുപോലെ ചൊവ്വയുടെ എല്ലാ കാരകത്വങ്ങളും, ഭൂമി ആണെങ്കിലും അതുപോലെ ധൈര്യമാണെങ്കിലും പല കാര്യങ്ങളും, ഈ ഒരു കാരകത്വങ്ങളെയൊക്കെ, അതായത് നിങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു ബന്ധം, നിങ്ങൾ സ്വയം, അതായത് ലഗ്നാധിപൻ കൂടിയാണ്. 6ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ അവിടെ കാരണവരായി. അതുപോലെ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഡെയിലി റുട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു ഓഫീസിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു റുട്ടീനുണ്ട്. 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 9 മണിക്ക് ഓഫീസ്, 9 മുതൽ 5 മണി വരെ ഓഫീസ് ടൈം, പിന്നീട് വീട്ടിൽ വന്നു ചേർന്നു. ആ ഒരു റുട്ടീൻ എന്നതും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായിട്ട് മാറും ഇവിടെ ചൊവ്വ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാവമായതുകൊണ്ട് വൃശ്ചികം ലഗ്നം, വൃശ്ചികം രാശിക്കാർക്ക്, പ്രോമിനൻ്റായിട്ട് വൃശ്ചികം ലഗ്നക്കാർക്ക് ഈ ഒരു അഗ്രസീവ്നെസ്, പേഷ്യൻസ് കുറയുക, ഫ്രസ്ട്രേറ്റഡ് ആയി പോവുക, സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ വരിക. അതുപോലെ ഈ ഒരു 1ാം ഭാവം, നാച്ചുറൽ സോഡിയാക്കിൽ 1ാം ഭാവമായതുകൊണ്ട് കൂടെ കൂടെ ജോലി മാറണം എന്നുള്ളൊരു ചിന്ത വരിക. ഇതിനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് ചൊവ്വ എവിടെ ഇരിക്കുന്നു എന്ന് കണക്കാക്കാതെ, ചൊവ്വയുടെ മേലെ ഒരു ദൃഷ്ടിയോ കാര്യങ്ങളോ ഒന്നും കാണാതെ, നിങ്ങളുടെ ജാതകത്തിൽ ഒരു ഗ്രഹവും ഞാനിവിടെ സങ്കല്പിക്കുന്നില്ല. ആ ഒരു രാശിചക്രത്തിൽ വൃശ്ചികം ലഗ്നം, അതിൻ്റെ പ്രാരാബ്ധം 6ാം ഭാവം, ഇതിൻ്റെ രണ്ടിൻ്റെയും അധിപന്മാർ ഒന്നാണ് എന്ന ഒരു കാര്യം മാത്രം എടുത്തിട്ട് ജനറലായിട്ടുള്ള സാധ്യതകളെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ഈ രാശികളിലും അല്ലെങ്കിൽ മറ്റ് ജാതകത്തിലെ ഗ്രഹങ്ങൾ ഇരിക്കേണ്ടതുപോലെ ഇരുന്നിട്ട്, അതായത് ഈ ഒരു രാശികളിൽ നിങ്ങളുടെ ജാതകത്തിൽ എങ്ങനെ ഗ്രഹങ്ങൾ ഇരിക്കുന്നു, ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ദശാകാലങ്ങൾ, ഇതിനനുസരിച്ചിട്ട് ഫലം വ്യത്യാസം വരുന്നതാണ്. എന്നിരുന്നാലും ഇത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രാരാബ്ധം എന്നത് നിങ്ങൾക്ക് സഹോദരങ്ങളിൽ നിന്ന്, ഒരുപക്ഷേ നിങ്ങൾ വൃശ്ചികം രാശി, വൃശ്ചികം ലഗ്നക്കാരൻ ആണെങ്കിൽ നിങ്ങളുടെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ്റെ സന്താനങ്ങളെ നിങ്ങൾക്ക് പരിപാലിക്കേണ്ടതായിട്ട് വരും. അതുപോലെ വൃശ്ചികം എന്ന ആ ഒരു രാശി, അതായത് രാശിചക്രത്തിലെ ആ ഒരു ഭാഗം എന്നത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ കൂടി കാണിക്കുന്നു. അപ്പോൾ രോഗം, ശത്രു, കടം എന്ന ഒരു ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വ, നിങ്ങളുടെ പ്രാരാബ്ധത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വ ലഗ്നാധിപൻ കൂടിയാകുമ്പോൾ ഈ പരിഹരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എളുപ്പത്തിൽ ചികിത്സിക്കാൻ കഴിയാത്ത ഒരു അസുഖത്തിൻ്റെ കാരണം കൂടിയാവാൻ സാധ്യതയുണ്ട് ദശകൾ വരികയാണെങ്കിൽ. ഈ ചൊവ്വയുടെ മഹാദശ വരാതെ വൃശ്ചികം ലഗ്നക്കാരാണ് ചൊവ്വയുടെ മഹാദശ ലഭിക്കുന്നില്ലെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം രോഗങ്ങൾ ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇടവം ലഗ്നം, ധനുരാശി, മൂലം നക്ഷത്രമാണെന്ന് വിചാരിക്കുക. നക്ഷത്രാധിപൻ കേതുവാണ്. കേതുവിൻ്റെ കോ റൂളർഷിപ്പുള്ള രാശിയാണ് വൃശ്ചികം എന്നത്. അപ്പോൾ ഇടവം ലഗ്നക്കാർക്ക് ഈ മൂലം നക്ഷത്രത്തിൽ ജനിച്ചിട്ട് ചൊവ്വയുടെ മഹാദശ വന്നപ്പോൾ, അപ്പോൾ കേതുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ കേതു ഭരിക്കുന്നത് വൃശ്ചികമാണ്. അതായത് വൃശ്ചികത്തിന് പ്രാധാന്യമുള്ള ഒരു ദശ ഇടവം ലഗ്നക്കാരന് വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇടവത്തിൽ നിന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ ഇരിക്കുന്നു, ധനുവിലാണെങ്കിലും. അപ്പോൾ ആ രാശ്യാധിപൻ തീർച്ചയായിട്ടും 6, 8, 12 ഭാവങ്ങളിൽ അല്ലെങ്കിൽ കന്നിയിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രോഗത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന നെഗറ്റീവിന് പ്രധാനമായിട്ടും ഇവരുടെ സഹോദരങ്ങളിൽ നിന്ന് ഇഷ്യൂസ് ഒരുപാട് വന്നു. അതായത് സ്വർണം വാങ്ങിക്കൊണ്ടു പോവുക. വൃശ്ചികം എന്നത് ഇടവം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവമാണ്. അപ്പോൾ 7ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വയുടെ മഹാദശ ഇടവം ലഗ്നക്കാരന് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ചന്ദ്രൻ ഇരിക്കുന്നത് ധനുവിൽ മൂലം നക്ഷത്രത്തിലാണെങ്കിൽ ഈ ചൊവ്വയുടെ മഹാദശ സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ചൊവ്വ ഇരിക്കുന്ന പൊസിഷൻ, അതുപോലെ ഈ കേതുവിൻ അതിൻ്റെ റൂളർഷിപ്പ് ഉള്ളത് കൊണ്ട് അവരുടെ പൊസിഷനും അനുസരിച്ചിട്ട് പ്രശ്നങ്ങൾ കൊണ്ടുതരുന്നതാണ്. അപ്പോൾ ഇവരുടെ 9ാം ഭാവത്തിലാണ് കേതു ഇരിക്കുന്നത്. കേതു ഇരിക്കുന്നതും അവിട്ടം നക്ഷത്രത്തിലാണ്, ചൊവ്വയുടെ തന്നെ നക്ഷത്രത്തിലാണ്. ഇവിടെ രാഹു ഭ്രാതൃകാരകനാണ്. അപ്പോൾ ഈ ഒരു ദശാസമയത്ത് 9ാം ഭാവം മകരമായതുകൊണ്ട് അപ്പോൾ അവിടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് കുറഞ്ഞു, ജോലി നഷ്ടപ്പെടുക. മകരം കർമ്മത്തിൻ്റെ രാശിയാണ്. അപ്പോൾ ജോലി നഷ്ടപ്പെടുക എന്നൊരു സിറ്റുവേഷനും, രാഹു ഭ്രാതൃകാരകനായതുകൊണ്ട് പലതരത്തിലും സഹോദരങ്ങളുടെ അടുത്തുനിന്ന് പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ ചൊവ്വയുടെ മഹാദശ പലർക്കും പലതരത്തിലാണ് അനുഭവിക്കുന്നത്. അതാണ് പറയുന്നത്, അവനവൻ്റെ ജാതകം എവിടെ ആ ദശാനാഥൻ ഇരിക്കുന്നു, ആ രാശിയിൽ ദശാനാഥൻ്റെ രാശിയിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു എന്നതിന് അനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. ഇടവം ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികം രാശിയിൽ തൃക്കേട്ട നക്ഷത്രത്തിലാണ് ജനിച്ചതെന്ന് വിചാരിക്കാം. തൃക്കേട്ട എന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷനാണ്. ഒരുപാട് കോൺടാക്ട്സ് വേണം അവർക്ക്, എല്ലാവരോടും സംസാരിക്കണം. അടുപ്പമുള്ളവർ സംസാരിച്ചില്ലെങ്കിൽ കുറച്ച് വിഷമാണ് എപ്പോഴും. അതായത് തൃക്കേട്ടയുടെ പ്രത്യേകത എന്നത് മകം നക്ഷത്രം കഴിഞ്ഞിട്ട് അടുത്ത ഒരു വളരെയധികം ഒരു റൂളറെ പോലെ, ഒരു അധികാരിയെപ്പോലെ, ഒരു രാജാവിനെ പോലെ, ഇന്ദ്രൻ
ഇന്ദ്രനെ തന്നെ പറയാം, ദേവേന്ദ്രനെ, ആ ഒരു ലെവലിലുള്ള നക്ഷത്രമാണ് തൃക്കേട്ട. പക്ഷെ ഇവർക്ക് ഇതിൻ്റേതായിട്ടുള്ള ഒരു ഗുണങ്ങൾ, പോസിറ്റിവിറ്റി, അതായത് നമ്മുടെ നക്ഷത്രത്തിന്, ജന്മനക്ഷത്രത്തിൻ്റെ ജന്മ രാശിയുടെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് വിപരീത ഫലവും ഉണ്ടാക്കും. അതായത് നമ്മൾ സംസാരിക്കാൻ നമുക്കറിയുന്നു, ഉപദേശം കൊടുക്കാൻ നമുക്കറിയുന്നു, ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ അറിയുന്നു. പക്ഷെ ആരെ സപ്പോർട്ട് ചെയ്യണം, ആരോട് എന്ത് പറയണം, ഒരു ഗുരുവിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? രണ്ടാം ഭാവം, വൃശ്ചികത്തിൻ്റെ രണ്ടാം ഭാവവും 5ാം ഭാവവും ഗുരുവിൻ്റെ തന്നെയാണ്, ബൃഹസ്പതിയുടേതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ്, ഞാൻ പറഞ്ഞു വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരൻ്റെ ചൊവ്വാദശയെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ ഇടവം ലഗ്നമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലഗ്നത്തിനാണ് ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നത്. എപ്പോഴും നമ്മുടെ ശരീരമാണെല്ലാം അനുഭവിക്കുന്നത്. വീട് വെച്ചിട്ട് അതിൽ താമസിക്കുന്നത് ഈ ശരീരമാണ്. അതുകൊണ്ട് തന്നെ ലഗ്നത്തിന് വലിയ, തനുഭാവത്തിന് വലിയ പ്രാധാന്യമാണ്. ഈ ശരീരത്തിനാണ് എല്ലാം, നമ്മൾ അതിനെ അണിഞ്ഞൊരുക്കുന്നതും അത് ആഹാരം കഴിക്കുന്നതും താമസിക്കാനുള്ള ഇടവും എല്ലാം ശരീരമാണ് അനുഭവിക്കുന്നത്. നമ്മുടെ പലതരത്തിലുള്ള വികാരങ്ങൾ എന്നത് മനസ്സാണ്. അതായത് ഒരു ദശാകാലത്ത് ചിലപ്പോൾ എല്ലാം അനുഭവയോഗ്യമാകുമെങ്കിലും മനസ്സിന് സന്തോഷം തരാത്ത ദശാകാലങ്ങളുമുണ്ട്. അതേസമയം ചില ദശാകാലങ്ങളിൽ നമുക്ക് രോഗവും കാര്യങ്ങളും എല്ലാം വരുമെങ്കിലും പലരുടെയും സപ്പോർട്ടും ദൈവാനുഗ്രഹവും കൊണ്ട് മനസ്സിന് നല്ല സുഖവും ഉണ്ടാകും. അതാണ് ചന്ദ്രനിൽ നിന്ന് നമ്മൾ ജാതകം നോക്കുമ്പോഴും ലഗ്നത്തിൽ നിന്ന് ജാതകം നോക്കുമ്പോഴുമുള്ള വ്യത്യാസം എന്നത്. ഇടവം ലഗ്നക്കാരൻ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരാളുടെ ചൊവ്വ മഹാദശയെ പറ്റി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ 2 കാര്യങ്ങളെ ഞാൻ എടുക്കുന്നുള്ളൂ. ഒന്ന് ഇടവം ലഗ്നമാണ്, മറ്റൊന്ന് ചന്ദ്രൻ ഇരിക്കുന്നത് തൃക്കേട്ടയിലാണ്. അപ്പോൾ ബുധൻ്റെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണമെന്നത്, കർമ്മത്തിൻ്റെ രാശി ഏതാണ്? വൃശ്ചികം രാശിക്കാരനായിട്ടുള്ള, വൃശ്ചികത്തിൽ തൃക്കേട്ടയിൽ ജനിക്കുമ്പോൾ വൃശ്ചികം രാശിക്കാരനെ, ആ വൃശ്ചികം രാശിക്കാരൻ്റെ 10ാം ഭാവം എന്നത് ചിങ്ങം രാശിയാണ്. ഇവിടെ ഇതിനോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ വൃശ്ചികം ലഗ്നക്കാരായാലും വൃശ്ചികം രാശിക്കാരായാലും സൂര്യനെ പോലെ ജ്വലിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സൂര്യനെ പോലെ പേരെടുക്കാനും കഴിയുകയുള്ളൂ. കർമ്മത്തിൻ്റെ ഭാവത്തിൻ്റെ അധിപൻ രാജാവാണ്, സൂര്യനാരായണനാണ്. പ്രാരാബ്ധത്തിൻ്റെ രാശിയിലാണ് അദ്ദേഹം ഉച്ചത്തിലാവുന്നതും. നിങ്ങളുടെ പ്രാരാബ്ധത്തിൻ്റെ രാശിയിൽ, മിത്രഗ്രഹത്തിൻ്റെ രാശിയിൽ ആണ്, മേടത്തിലാണ് സൂര്യൻ ഉച്ചത്തിലാകുന്നതും. നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിൽ, നിങ്ങളുടെ മൊത്തത്തിലുള്ള കർമ്മങ്ങളിൽ നിങ്ങൾക്ക് സൂര്യനെ പോലെ ജ്വലിക്കാൻ കഴിയുന്നുണ്ടോ? അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഉന്നതി ലഭിക്കുന്നത്. ഇവിടെ ഞാൻ സന്തോഷം ലഭിക്കുന്നത് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം വൃശ്ചികം ലഗ്നം, വൃശ്ചികം രാശിയാകുമ്പോൾ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്ന് പോകാൻ വേണ്ടി ജനിച്ചവരാണ്. ഇതിനെ അതിജീവിക്കാൻ പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് യാത്രയുള്ളൂ. വീണ്ടും വീണ്ടും കുഴിയിലേക്ക് പതിക്കരുത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അഗാധമായിട്ടുള്ള അറിവ്, ഒരുപാട് അറിവ്, പാസ്റ്റ് ലൈഫിൽ ഇംപ്രിൻ്റ് ആയിട്ടുള്ള അറിവുകൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നോളജ് ഉണ്ട്. മന്ത്രവാദം, താന്ത്രികമായിട്ടുള്ള അറിവുകൾ, മന്ത്രജപങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം അറിയുന്ന നിങ്ങളെ ഈ സൂര്യനെ പോലെ ജ്വലിക്കാൻ പഠിക്കണം. അതായത് നിങ്ങൾ തപം ചെയ്യണമെന്നാണ് ഒരു അർത്ഥം. അതിന് നമ്മൾ പോയി തപസ് അനുഷ്ഠിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു രാജാവിന് ഉറക്കമുണ്ടോ? നമ്മുടെ തന്നെ രാജ്യത്തിലെ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഒക്കെ അവരുടെ ഒരു ജീവിത രീതി ശ്രദ്ധിക്കുക. അവർക്ക് വിശ്രമമില്ല, അവർ ജ്വലിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസ്, അവർക്കും ഒരു സ്പേസ് ഇല്ല. അവരുടെ ജീവിതം അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിങ്ങൾ ഒരു രാജാക്കന്മാരെ, അതായത് ഇപ്പോഴുള്ള ഭരണാധികാരികളെ, അവരാരുമായിക്കോട്ടെ അവരെ അധിക്ഷേപിക്കാൻ പാടില്ല. നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂ എന്ത് തന്നെയായാലും. കാരണം അത് നിങ്ങളുടെ കർമ്മക്ഷേത്രത്തെ ബാധിക്കുന്നതാണ്. 10ാം ഭാവാധിപൻ സൂര്യനാണ്. അദ്ദേഹം ഉച്ചത്തിലാകുന്നത് 6ാം ഭാവത്തിലുമാണ്. അപ്പോൾ ശരിക്കും നല്ലൊരു കരിയർ കിട്ടുന്നത് വൃശ്ചികം ലഗ്നക്കാർക്ക് കിട്ടാറുണ്ട്, അവർ ഇതുപോലെ ജ്വലിക്കാൻ തയ്യാറാണെങ്കിൽ. കോമ്പറ്റിറ്റീവ് എക്സാംസിൽ 6ാം ഭാവം എന്നത് മത്സര പരീക്ഷകൾ കൂടിയാണ്. എനിക്ക് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഡിഫൻസിൽ ചേരണം, എന്താണെന്ന് വെച്ചാൽ അവരതുപോലെ പ്രയത്നിക്കുകയാണെങ്കിൽ, അതായത് സൂര്യനെ പോലെ ജ്വലിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അതായത് കുറച്ച് ത്യാഗങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉയർച്ചയാണ്. അപ്പോൾ തിരിച്ച് തൃക്കേട്ടയിലെ ചൊവ്വാദശയിലേക്ക് വന്നാൽ, ഇടവം ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വയുടെ മഹാദശയാണ്. അപ്പോൾ നിങ്ങളുടെ രാശി, അതായത് ചന്ദ്രരാശി എന്താണ്? തൃക്കേട്ട എന്ന് പറയുമ്പോൾ വൃശ്ചികം രാശി തന്നെയാണ്. അപ്പോൾ രാശ്യാധിപൻ്റെ ദശയാണ്, 6ാം ഭാവാധിപൻ്റെ ദശയാണ്. മനസ്സിന് എന്ത് ഫീൽ ചെയ്യുന്നു എന്നത് ഒരു കാര്യമാണ്, ലഗ്നത്തിന് എന്ത് ഫീൽ ചെയ്യുന്നു എന്നതൊരു കാര്യമാണ്. ഒരുപക്ഷെ ലഗ്നത്തിന് ഫീൽ ചെയ്യുന്നത്, അതായത് ആ വ്യക്തിക്ക് അനുഭവത്തിൽ വരുന്നത് ജീവിത പങ്കാളിയുടെ അസുഖം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ്, അല്ലെങ്കിൽ കേതു എവിടെ ഇരിക്കുന്നു, ചൊവ്വ എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടും വ്യത്യാസപ്പെടാം. ഇവിടെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ,
ഇടവം ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം മകൻ നക്ഷത്രത്തിലാണ് ചൊവ്വയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ കേതുവിനെ ഇപ്പോൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല, എന്നാലും മകൻ നക്ഷത്രത്തിലാണ് ചൊവ്വയിരിക്കുന്നതെന്ന് വിചാരിക്കാം. മകൻ നക്ഷത്രം എന്നതും കേതുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ അത് എപ്പോഴും കേതുവിൻ്റെ നക്ഷത്രങ്ങൾക്ക് ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ടുതരിക, കട്ട് ചെയ്യുക എന്നൊരു പ്രത്യേകതയുണ്ട്. ചിങ്ങത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും, ചിങ്ങത്തിൻ്റെ അധിപനുമായിട്ട് മിത്രതയുണ്ടെങ്കിൽ പോലും അവിടെ ഈ കേതുവിൻ്റെ നക്ഷത്രമായതുകൊണ്ട് അതിനെ വിച്ഛേദിക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ദശാകാലത്ത് പാസ്റ്റ് ലൈഫിലെ ചില ബന്ധങ്ങൾ നമ്മളെ വന്ന് ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ചില വ്യക്തികൾ, ജീവിതത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചില വ്യക്തികൾ മാറിപ്പോകാൻ, നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. ചില മനോവിഷമങ്ങൾ കേതു എവിടെ ഇരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് കൂടിയാണ്, കാരണം മകം കേതുവിൻ്റെ നക്ഷത്രമാണ്. ചില മനോവിഷമങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. രാശ്യാധിപൻ്റെ ദശയാണെങ്കിൽ പോലും രാശ്യാധിപനിൽ നിന്ന് നല്ല ഭാവത്തിലാണ് ഇരിക്കുന്നത്. 10ാം ഭാവത്തിൽ, ചന്ദ്രനിൽ നിന്ന് 10ാം ഭാവത്തിൽ ചിങ്ങത്തിൽ ചൊവ്വയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് വളരെ നല്ല ദശയായിരിക്കും. തീർച്ചയായിട്ടും അത് കേതു ഇരിക്കുന്ന പൊസിഷനും സൂര്യൻ്റെ പൊസിഷനും ഒക്കെ വെച്ചിട്ട്, നിങ്ങളുടെ 5ാം ഭാവത്തിൻ്റെ ബലവും ഒക്കെ വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ജോലിയും പൊസിഷനും ഒക്കെ ലഭിച്ചു എന്ന് വരാം. എന്നിരുന്നാലും പലതും കട്ട് ചെയ്യപ്പെടും. കേതുവിൻ്റെ പ്രത്യേകത ഇതാണ്. അതായത് ലഗ്നത്തിൽ നിന്ന് 4ാം ഭാവത്തിലാണ് ചൊവ്വയിരിക്കുന്നത്. 4ാം ഭാവത്തിലാണ് ചൊവ്വയിരിക്കുന്നത്. അതായത് ഭാവത്തിൽ നീചസ്ഥനാണ്. അതായത് ഈ ലഗ്നത്തിന് ചൊവ്വ കരിയറിൽ ഒരുപക്ഷെ നല്ല ഫലം തന്നാലും അത് അനുഭവിക്കാനുള്ളൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഈ ലഗ്നത്തിന് കേതുവിൻ്റെ നക്ഷത്രത്തിലിരിക്കുന്ന ചൊവ്വ ഒരു തൃപ്തി കൊണ്ട് കൊടുക്കില്ല. അത് പല കാര്യങ്ങളിലും. അത് 4ാം ഭാവം എന്ന് പറയുമ്പോൾ അവിടെ വീട് നമ്മുടെ ഗാർഹിക അന്തരീക്ഷമായി. അപ്പോൾ അവിടെയും എന്തെങ്കിലും പ്രശ്നം കൊണ്ടുതരാൻ, മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന, കുടുംബാംഗങ്ങളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുന്ന, ഇവിടെ സൂര്യൻ്റെ ഒരു പ്ലേസ്മെൻറ്റും കൂടി നോക്കിക്കഴിഞ്ഞാൽ, കാരണം ചൊവ്വയിരിക്കുന്നത് സൂര്യൻ്റെ രാശിയിലാണ്. അതിനനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള, അതായത് കുടുംബത്തിൽ നമുക്ക് തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങൾ കൂടി വന്നു ചേരുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ വിചാരിക്കരുത്, എൻ്റെ രാശ്യാധിപനാണ്, രാശ്യാധിപൻ്റെ ദശ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. നമ്മുടെ രാശി എന്നത് നമ്മൾ ജനിക്കുമ്പോൾ ചന്ദ്രൻ എവിടെ ഇരിക്കുന്നു അത് നമ്മുടെ രാശിയായിട്ട് വന്നു. ഏത് നക്ഷത്രത്തിലാണ് ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഉണ്ടായിരുന്നത് അത് നമ്മൾ ജന്മനക്ഷത്രമായി പറയുന്നു എന്നല്ലാതെ അതൊക്കെ നമ്മുടെ കർമ്മങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് വേണ്ട. ഇവർ നമ്മളോട് കർമ്മങ്ങൾ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ചൊവ്വയുടെ 4ാം ദൃഷ്ടി വൃശ്ചികത്തിലേക്കുണ്ട്. അതുപോലെ ചൊവ്വയുടെ 7ാം ദൃഷ്ടി കുംഭത്തിലേക്കുണ്ട്. ചൊവ്വയുടെ 8ാമത്തെ ദൃഷ്ടി നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക്, ചന്ദ്രനിൽ നിന്ന് 5ാം ഭാവത്തിലേക്ക്, മീനത്തിലേക്കുമുണ്ട്. അതായത് നിങ്ങളുടെ 11ാം ഭാവത്തിലേക്ക്, ഇടവം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിലേക്കുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളെയൊക്കെ ചൊവ്വ സ്വാധീനിക്കുന്നതാണ്. ചൊവ്വയുടെ ദൃഷ്ടികൾ എന്നത് അത്ര ശരിയല്ല. പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പെട്ടെന്നാണ് അനുഭവങ്ങൾ വരുന്നത്. നമുക്ക് നല്ലതായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വിപരീത ഫലങ്ങൾ കൊണ്ടുതരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ദശാകാലത്ത് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ തീർച്ചയായിട്ടും ഹനുമാൻജിയെ ആരാധിക്കുക എന്നാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഭഗവാനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത്. കാരണം വൃശ്ചികം ലഗ്നത്തിൽ ജനിക്കുമ്പോൾ ഏത് ദശയിലൂടെ കടന്നു പോയാലും, വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് ദശയാണെങ്കിലും, 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ്റെ 12ാം ഭാവാധിപൻ കൂടിയാണ്. 7ാം ഭാവാധിപനും 12ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ്റെ ദശയായിക്കോട്ടെ, വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് ദശയിലൂടെ കടന്നു പോകുമ്പോഴും ആ ഒരു ഭക്തി മാർഗം മുറുകെ പിടിക്കുക എന്നതാണ്. കാരണം ഇതിൽ നിന്ന് കരകയറേണ്ടിയിരിക്കുന്നു. ഇതത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമല്ല ഒരു ആത്മാവിന്. അത് ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അനുഭവിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നാമജപങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കും. നമുക്ക് നല്ലൊരു കരിയറും ഒരു സുഹൃത്ത് വൃന്ദവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയങ്ങളിൽ, അസുഖം വരുമ്പോൾ ഒക്കെയാണ് പലതും ചിന്തിക്കുന്നതും. കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ, അതായത് മൃത്യു വന്ന് അടുക്കുമ്പോഴാണ്, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ശ്വാസം പോലും നമുക്ക് എക്സ്ട്രാ അനുവദിച്ച് തരില്ല. നമ്മൾ ടൈം കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോഴാണ് ഈ ഫ്ലാഷ് ലൈറ്റ് പോലെ പല ജന്മങ്ങളിലെ മെമ്മറീസ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. പറഞ്ഞു വരുന്നത് രാശ്യാധിപൻ അല്ലെങ്കിൽ ലഗ്നാധിപൻ ചൊവ്വയാകുമ്പോൾ, 6ാം ഭാവാധിപൻ ചൊവ്വയാകുമ്പോൾ, 10ാം ഭാവാധിപൻ സൂര്യനാകുമ്പോൾ നമ്മൾ ഒരിക്കലും
നമ്മൾ ശ്രേഷ്ഠന്മാരാണ്, ഈ ശരീരമാണ്, ഞാനാണ് ചെയ്യുന്നത്, എനിക്കാണ് അഭിനന്ദനം കിട്ടുന്നത് എന്ന് വിചാരിക്കുക. അഭിനന്ദനം കിട്ടുമ്പോൾ, നല്ലൊരു പോസ്റ്റ് ലഭിക്കുമ്പോൾ, നല്ലൊരു നിലയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ സന്താനങ്ങളുടെ അഭിവൃദ്ധി കാണുമ്പോഴും എങ്ങനെയാണെങ്കിലും എപ്പോഴും ഭഗവത് സ്മരണ ഉണ്ടായിരിക്കണം. അതായത് ഞാൻ ഈ ശരീരവും മനസ്സുമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ളൊരു ബോധം, ഞാൻ ഭഗവാന്റെ തന്നെ അംശമാണെന്നത്. എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും വലിയ ആൾക്കാരാകാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും പേര്, പ്രശസ്തി വേണം, എല്ലാവർക്കും വലിയ പോസ്റ്റിലിരിക്കണം. എന്തുകൊണ്ടാണ് മനുഷ്യർ അങ്ങനെ ചിന്തിക്കുന്നത്? എല്ലാവർക്കും അപ്രീസിയേഷൻ ലഭിക്കണം. കാരണം നമ്മൾ വലിയൊരാളുടെ മക്കളാണ്. ആരാണ് ആ വലിയ ആൾ? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹം വലിയ പോസ്റ്റിലിരിക്കുന്ന ആളാണ്. അദ്ദേഹം വലിയ ഭഗവാൻ തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാ ഗുണങ്ങളും ഉണ്ട്. അദ്ദേഹം സർവ്വശ്രേഷ്ഠനാണ്, എല്ലാം തികഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് മക്കളായതുകൊണ്ടാണ് നമുക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വരുന്നത്, നമുക്കും ഇതൊക്കെ വേണം എന്നുള്ളത്. പക്ഷേ ധാർമ്മികമായിട്ടുള്ള രീതികളിലൂടെ, വൃശ്ചികം ലഗ്നം, വൃശ്ചികം രാശിക്കാർക്ക് ധാർമ്മികമായിട്ടുള്ള രീതികളിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. സൂര്യനെ പോലെ ജ്വലിക്കാനും മറ്റുള്ളവർക്ക് പ്രഭയേകാനും, അതായത് പ്രകാശവും വെളിച്ചവും മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ കരിയറിൻ്റെ ഒരു യാത്രയിലും നിങ്ങളുടെ ജീവിത യാത്രയിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പലരെയും നിങ്ങൾക്ക് കൈപിടിച്ചുയർത്തേണ്ടി വരും. അതായത് വൃശ്ചികം ലഗ്നം, വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളുടെ സഹോദരങ്ങളെ ഉയർത്തേണ്ടി വരും. നിങ്ങളുടെ സഹോദരങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ സഹോദരങ്ങളുമായിട്ട് തന്നെ ആയിരിക്കും തർക്കങ്ങളിൽ ഇടപെടേണ്ടി വരും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും, ചിലത് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഈ ഒരു ജന്മത്തിൽ വന്നു ചേരുന്നതാണ് വൃശ്ചികം ലഗ്നം, വൃശ്ചികം രാശിക്കാർക്ക്. അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നത്. അപ്പോൾ കേതു അവിടെ കോർ റൂളറായിട്ട് ഇരിക്കുന്നത് എല്ലാം വിട്ടുകളയൂ എന്നാണ്. കേതുവിൻ്റെ നക്ഷത്രത്തിൽ ഏത് ഗ്രഹം വന്നിരിക്കുമ്പോഴും ആ ഗ്രഹത്തെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും, കേതു ഏത് ഗ്രഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നു, കേതുവിൻ്റെ നക്ഷത്രത്തിൽ ഗ്രഹങ്ങൾ വന്നിരിക്കുമ്പോഴും കേതുവിൻ്റെ കൂടെ മറ്റു ഗ്രഹങ്ങൾ ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ അതുമായി സംബന്ധിച്ചിട്ടുള്ള കാരകത്വങ്ങളെ വിട്ടുകളയാൻ പഠിക്കേണ്ടതാണ്. അതായത് 5ാം ഭാവത്തിൽ കേതു ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 5ാം ഭാവാധിപനോടൊപ്പം കേതു ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രണയബന്ധം, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടാകും എന്നൊരു കാര്യം വേണ്ട, അത് മറന്നേക്കും. ആ ഒരു കാര്യത്തിനായി ശ്രമിക്കേണ്ട. അല്ലെങ്കിൽ ഇത്രമാത്രം സർട്ടിഫിക്കറ്റുകൾ ഞാൻ നേടിയെടുക്കും, അതും വേണ്ട. വരുന്നത് വരട്ടെ, ഞാൻ അധ്വാനിച്ചു കൊണ്ടിരിക്കും, വരുന്നത് വരട്ടെ. നമ്മൾ അതിനായി അതിനായി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനെ അതുപോലെ ഒരു ഫ്ലോ ആയിട്ട് അതിനെ അങ്ങനെ ഒഴുകാൻ അനുവദിക്കുക. അതാണ് പറയുന്നത്, ശരണാഗതരായിട്ടിരുന്നാൽ. ഏത് ഇഷ്ടദൈവത്തെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്, ആ ഇഷ്ടദൈവത്തിന് എല്ലാം വിട്ടുകൊടുക്കുക. നമ്മൾ മാതാപിതാക്കളോട് ചെറുപ്പത്തിൽ നമുക്ക് ബുദ്ധിയില്ലാത്ത സമയത്ത് അവരെ എങ്ങനെ സമീപിക്കുന്നു? നമുക്ക് അത് വാങ്ങിത്തരണം, ഇത് വാങ്ങിത്തരണം. നമുക്കറിയില്ല അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടോ, അല്ലെങ്കിൽ ഈ സാധനം വാങ്ങിത്തരാൻ പറയാമോ, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ആവശ്യങ്ങൾ പറയുകയാണ്, അവർ സാധിപ്പിച്ചു തരികയും ചെയ്യും. കാരണം നമുക്ക് അവരിലുള്ള വിശ്വാസം അതാണ്. അതേപോലെ നമുക്ക് എത്ര ബുദ്ധിയുണ്ട്, എത്ര ക്വാളിഫിക്കേഷനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നതൊക്കെ മറന്ന് നമ്മൾ ശരണാഗതരാവണം. നമുക്ക് വേണ്ടുന്നത് നമുക്ക് ചോദിക്കുകയും ചെയ്യാം. അതായത് ഇതെന്താണ് ശരിയാവാത്തത്, ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ, എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ സ്റ്റക്കായി കിടക്കുന്നത്? ചിലരെ ഈ ചൊവ്വയുടെയും കേതുവിൻ്റെയും പ്രോമിനൻസ് കൂടുതൽ ഉള്ളത് കൊണ്ട് പലപ്പോഴും ഈ 2 ഗ്രഹങ്ങളും നന്നായി ഇരുന്നില്ലെങ്കിൽ പൈൽസ് പോലെയുള്ള അസുഖം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ സംബന്ധിച്ച അസുഖം, സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ് സംബന്ധിച്ചിട്ടുള്ള അസുഖം, കിഡ്നി സംബന്ധിച്ചിട്ടുള്ള അസുഖം, അങ്ങനെ ആ ഒരു പ്രൈവറ്റ് പാർട്സുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളും പലതും മാറാത്ത ഒരവസ്ഥയിലും കാണാറുണ്ട്. അതാണ് പറയുന്നത്, ആദ്യം തൊട്ടേ നമ്മൾ വൃശ്ചികം രാശിയിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ശരണാഗതനാകാൻ പഠിപ്പിക്കുക. നമ്മളെക്കാളും ഈ ശരീരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഭഗവാന് പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ പഠിപ്പിക്കേണ്ടതാണ്. നമ്മൾ സ്വയവും, നമുക്കിനി 50 വയസ്സായാലും 60 വയസ്സായാലും ഇപ്പോഴും ഈ ഒരു സമയത്തും ഏത് ദശയാണെങ്കിലും, നിങ്ങൾ രാഹുവിൻ്റെ മഹാദശയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നത്. പലപ്പോഴും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. എന്നാലും വൈകിട്ടില്ല. 84 ലക്ഷം യോനികളിൽ അതിലൂടെ കടന്നു വന്നിട്ട് നമുക്ക് ലഭിച്ച ഈ ഒരു മനുഷ്യജന്മത്തിൽ നമുക്ക് പലപ്പോഴും അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ല ഗൈഡൻസ് ലഭിച്ചില്ല. നമുക്ക് നല്ല ഗൈഡൻസ് ലഭിക്കണമെങ്കിൽ നമ്മുടെ വ്യാഴം നല്ലതായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഏത് പ്രായത്തിലാണെങ്കിലും മുന്നോട്ട് ഇനി വരുന്ന ജന്മം ഈ വേദനകളിൽ നിന്ന്, ഈ ദുഃഖങ്ങളിൽ നിന്ന് ഒരു മോചനം എനിക്ക് വേണം. നല്ലൊരു അഡ്വൈസറെ, അതായത് ഞാൻ വിഷമിക്കുന്ന സമയത്ത് എന്നെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ ഉള്ള ഒരാൾ എൻ്റെ ജീവിതത്തിൽ വരണമായിരുന്നു. ചിലപ്പോൾ
ഈ ഒരു പ്രശ്നമുണ്ട് വൃശ്ചികം ലഗ്നത്തിൽ. എങ്ങനെയാണ് ചോദിക്കുക എന്നത്, ചോദിക്കാൻ ഭയങ്കര മടിയാണ്. അത്രയ്ക്കും ബുദ്ധിമുട്ടുമ്പോഴേ അവരൊരു അഡ്വൈസ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ അഡ്വൈസ് നിങ്ങൾ മനുഷ്യരുടെ അടുത്തൊന്നും എടുത്തില്ലെങ്കിലും വേണ്ട, ഈ അഡ്വൈസ് എപ്പോഴും നിങ്ങൾ ഭഗവാന്റെ അടുത്ത് പോയി ചോദിക്കുക. എന്താണോ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത ആ ഒരു പ്രശ്നം എന്താണ് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നത്, അത് ഭഗവാനോട് ചോദിക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. നിങ്ങൾ ചെറുപ്പത്തിൽ എങ്ങനെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരനോട് എങ്ങനെ സംസാരിച്ചു, അതുപോലെ സംസാരിക്കുക. അവർ വഴി കാണിച്ചു തരുന്നതാണ്. നമ്മളാണ് വലുതെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ആരും വഴി കാണിച്ചു തരില്ല. നമ്മൾ ശരണാഗതരാകുമ്പോഴാണ് നമുക്ക് ഡിവൈൻ ഗൈഡൻസ് ലഭിക്കുന്നത്. അത് എടുത്തു പറയാനുള്ള കാര്യം എന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവം എന്നത് മീനം രാശിയാണ്. ഈ രാശിയുടെ അധിപൻ വ്യാഴമാണ്. മീനം എന്നത് ഇതേപോലെ വിട്ടുകൊടുക്കുന്ന രാശി തന്നെയാണ്. അവിടെ ഒന്നും നമുക്ക് മുക്തി നേടുന്ന ഒരാൾക്ക് എന്താണ് കൈ പിടിച്ചു കൊണ്ടുപോകുന്നത്? മോക്ഷത്തിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്? മരണത്തിലേക്ക്, 12ാം ഭാവം മരണത്തിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയും വീടും വാഹനവും സന്താനങ്ങളും ഭാര്യയും ഒക്കെ കൊണ്ടാണ് പോകുന്നത്. അതുപോലെ ഈ 5ാം ഭാവത്തിൻ്റെ അധിപൻ, മീനത്തിൻ്റെ അധിപൻ വ്യാഴമായതുകൊണ്ട് നമ്മൾ അതുപോലെ സമർപ്പിക്കുക. എല്ലാം ആ ചരണങ്ങളിൽ സമർപ്പിക്കുക. എല്ലാം സമർപ്പിച്ചിട്ട് ഞാനെന്ന ഭാവമില്ലാതെ, അതായത് ഞാനില്ല അവിടെ. ശരിക്കും രണ്ടായിട്ട് കാണണ്ട. ഭഗവാൻ വേറെയാണ്, ഞാൻ വേറെയാണ്, നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും നാമജപങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് സ്വയം ഇത്തരം ജ്ഞാനങ്ങൾ വന്നു ചേരുന്നതും. അതുകൊണ്ട് ശരിക്കും ഒരു നിമിഷം പോലും, ഒരു ശ്വാസം പോലും ഭഗവാന്റെ നാമങ്ങളില്ലാതെ ആ ശ്വാസത്തെ കടന്നു പോകാൻ അനുവദിക്കരുത്. അത് ശ്രമമായിരിക്കണം. അതൊരു പക്ഷെ സാധിച്ചു എന്ന് വരില്ല, ആ ഒരു ശ്രമമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുറേയൊക്കെ ഡിവൈൻ ഗൈഡൻസ്, പരാശക്തികളിൽ നിന്ന്, പരാവിദ്യ ആയിട്ട്, അതുപോലെ ദൈവീക അനുഗ്രഹമായിട്ട്, ഒരു സ്വപ്നത്തിൻ്റെ രൂപത്തിൽ, ഒരു മന്ത്രത്തിൻ്റെ രൂപത്തിൽ, ഒരു ഗുരു ഉപദേശമായിട്ട്, ഒരു ആചാര്യൻ വന്ന് പറഞ്ഞു തരുന്നതായിട്ട്, അങ്ങനെ നമുക്ക് ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടാകും. ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതും ശരണാഗതി ഉള്ളവർക്കാണ്. അതായത് ഭഗവാനിൽ സർവവും സമർപ്പിച്ചവർക്കാണ് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നതും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതും. അപ്പോൾ കുറച്ചൊക്കെ വൃശ്ചികം ലഗ്നം, വൃശ്ചികം രാശിക്കാരുടെ ഒരു പ്രാരാബ്ധത്തെപ്പറ്റി, കൂടുതലായിട്ടും അവരുടെ കർമ്മസ്ഥാനത്തെപ്പറ്റി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭക്തിമാർഗം, ആധ്യാത്മികത, ധ്യാനം, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.